അപ്പൊ നമ്മള് ശ്രീകൃഷ്ണനും കുചേലനും എന്ന പാഠം അല്ലെ. ഒക്കെ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 68. ശ്രീകൃഷ്ണനും കുചേലനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ശ്രീകൃഷ്ണനെ പറ്റിയും കുചേലനെ പറ്റിയും ഒക്കെ ആരാണ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാണ് അല്ലെ. അപ്പോ ആഴിമകളും ഒരുമിച്ചൊരു കട്ടിലിൻ മേലന്നേരം 7-ാം മാളിക മുകളിരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാൻ എത്രയും താഴെ തന്റെ വയസ്സനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തട്ടുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കട്ടത്തിങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാരഗിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ച് ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ധീരനായ ചെന്താമരക്കണ്ണാരെ ശ്രീകൃഷ്ണൻ ഇതുവരെ കരഞ്ഞിട്ടില്ല. ധീരനാണ് അല്ലെ. ധീരന്മാരൊന്നും കരയില്ല എന്നാണ് അല്ലെ. പക്ഷേ എന്തുകൊണ്ടോ സന്തോഷം, അതായത് തന്റെ വയസ്സിനെ കണ്ട സന്തോഷം കൊണ്ടാണ്. അല്ല, നമുക്ക് കാണാത്തവരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ. കൂടെ പഠിച്ചവരൊക്കെ അത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുനീരണിയാറുണ്ട്. അങ്ങനെയാണോ അല്ല അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും കഷ്ടപ്പാടും ദരിദ്രാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടുള്ള സന്തോഷം അല്ല സങ്കടമാണോ എന്നറിയില്ല. എന്തുകൊണ്ടോ ശൗരി എന്ത് ചെയ്തു? കണ്ണുനീരണിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. അതുവരെ നമ്മൾ പറഞ്ഞു. ഇനി എന്താ നമുക്ക് അടുത്ത പറയണ്ടേ? പള്ളിമഞ്ചത്തിന്നു വെക്കമുദ്ധാനം ചെയ്ത് ഇരുപക്കമുള്ള പരിജനത്തോടും കൂടി മുകുന്ദൻ. പള്ളിമഞ്ചത്തിന്, പള്ളിമഞ്ചം എന്ന് പറയുന്നത് അങ്ങനെ രാജാക്കന്മാർ ഇരിക്കുന്ന മഞ്ചത്തിനാണ് അല്ലെ. പള്ളിമഞ്ചം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കിടക്കയാണ് അല്ലെ പള്ളിമഞ്ചം. അപ്പോ ഉദ്ധാനം ചെയ്യുക പറഞ്ഞ എന്താണ് അർത്ഥം? ഉദ്ധാനം ചെയ്യുക, പള്ളിമഞ്ചം എന്ന് പറഞ്ഞാൽ കിടക്ക അല്ലെ. രാജാക്കന്മാരുടെ കിടക്കയാണ് പള്ളിമഞ്ചം. അപ്പൊ പള്ളി കൂട്ടിട്ട് വരുന്നൊക്കെ നമ്മൾ ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പള്ളി മഞ്ചം, പള്ളി അങ്ങനെ വരുന്നത് എന്താണ്? രാജാക്കന്മാരുടേത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ പള്ളിമഞ്ചത്തിന്ന് വെക്കം വേഗത്തില് എന്ത് ചെയ്തു? ഉദ്ധാനം ചെയ്തു, എഴുന്നേറ്റു അല്ലെ. ഉദ്ധാനം ചെയ്യുക എന്താ അർത്ഥം? ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ ഇവിടെ? എഴുന്നേറ്റു. അപ്പോ എന്ത് ചെയ്തു? ചെയ്ത് ഇരുപക്കമുള്ള പരിജനത്തോടും, രണ്ടു പക്കത്തുമുള്ള എന്ത് പരിജനം? ആര്? രാജാക്കന്മാരുടെ, രാജാവിന്റെ എന്താ പറയാ, രാജമന്ദിരത്തിലെ ആൾക്കാരെയാ പറഞ്ഞല്ലേ. അപ്പോ അവരെയൊക്കെ പരിജനം, നമ്മുടെ തോഴ്മകനെയൊക്കെ ഉദ്ദേശിക്കാം. പരിജനത്തോടും കൂടി മുകുന്ദൻ ഹരേ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു. ഹരി രാജാമന്ദിരത്തിൽ, നമ്മുടെ രാജാവിന്റെ ഭവനത്തിലെ എല്ലാവരും, രാജമന്ദിരത്തിലെ എല്ലാവരും ചുറ്റും വെള്ളം പോലെ ചുറ്റും നിന്നു, വന്ദിച്ചു നിന്നു അല്ലെ. വന്നവരെ കണ്ടിട്ട് വന്ദിച്ചു നിന്നു, അങ്ങനെയാണ് പറഞ്ഞത്. വന്ദിക്കുക പറഞ്ഞാൽ ഈ വണക്കത്തോടെ നിൽക്കുക അല്ലെ. പാരാവാര കൽപ്പ പരിവാരത്തോടു കൂടി ഭക്തപാരായണനായ നാരായണാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനതയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ ആണ് പറഞ്ഞത് അല്ലെ. ദീനദയാ പാരവശ്യം എന്താണ് അർത്ഥം? അനുകമ്പം അല്ലെ. ദീനദയാ പാരവശ്യം എന്താ? അനുകമ്പം. പഴയ കളിക്കൂട്ടുകാരനെ കണ്ട സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞതോടൊപ്പം എന്തുണ്ടായി? അയാളുടെ ദാരിദ്ര്യ ദുഃഖം കണ്ട് കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് അവിടെയും സൂചിപ്പിക്കുന്നത്. എന്താണ് ദീനദയാ പാരവശ്യം എന്ന് പറഞ്ഞാൽ? അങ്ങനെ അർത്ഥം അനുകമ്പയോട് കൂടി അല്ലെ. അപ്പോ പാരവശ്യമേവം മറ്റൊരു ഈശ്വരൻ, ഏത് ഈശ്വരനാണ് ഇങ്ങനെയുള്ള ഇതുണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും, വിയർത്തിട്ടുണ്ട്, നടന്നു വരികയാണ് അല്ലെ. നടന്നു വരുന്നതുകൊണ്ട് വിയർത്തിട്ടുണ്ട്. കൊണ്ടു നാറും, വിയർപ്പ് മണം ഉണ്ടാവും അല്ലെ. നാറും സതീർത്ഥ്യനെ, സതീർത്ഥ്യം എന്ന് പറഞ്ഞാരാ?
ഒന്നിച്ചു പഠിച്ചു സതീർത്ഥ്യൻ, കൂട്ടുകാരൻ, സഹപാഠി അല്ലെ, സഹപാഠി ഒന്നിച്ചു പഠിച്ച സതീർത്ഥ്യൻ. മാറത്തുണ്മയോട് ചേർത്തു ഗാഠം പുണർന്നു അല്ലെ, വേർപ്പുകൊണ്ടൊക്കെ നാറുന്നുണ്ട്. അദ്ദേഹം വലിയ രാജാവാണ്, ഒക്കെ വലിയ ആളാണ്, എന്നാലും രാജമന്ത്രിനാണ് വരുന്നൊക്കെയാണ്. എന്നാലും എന്ത് ചെയ്തു, തന്റെ സഹപാഠിനെ കെട്ടിപ്പുണർന്നു അല്ലെ, ഗാഠം പുണർന്നു. പുണർന്നു പറഞ്ഞ പുണരുക പറഞ്ഞ എന്താ അർത്ഥം? പുണരുക എന്താണ്? കെട്ടിപ്പിടിക്കുക അല്ലെ, ആശ്ലേഷിക്കുക. പുണരുക, കെട്ടിപ്പിടിക്കുക. അപ്പൊ മാറത്തുണ്മയോട് ചേർന്ന് ഗാഠം പുണർന്നു. ഗാഠം എന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടിപ്പുണർന്നു അല്ലെ. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചുകൊണ്ട് ഉപരി കേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി അല്ലെ. എന്താ ഇത്? തൃക്കൈ കൊണ്ട് പിടിച്ച്, കൈ പിടിച്ച് കൊണ്ട് ഉപരി കേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിൽ ഇരിക്കാരെ. തന്റെ സതീർത്ഥ്യനെ, സഹപാഠിയെ രണ്ട് കൈയോടും കൂടി തൃക്കൈ കൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അല്ലെ. അതാണ് പറഞ്ഞത്. അപ്പോ എന്താ പറഞ്ഞത് ഇവിടെ? ഇതൊക്കെയാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ? കുചേലന്റെയും കൃഷ്ണന്റെയും സമാഗമാണല്ലേ ഇവിടെ പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? അത് നമ്മൾ ഇതുവരെയുള്ളതൊക്കെ പറഞ്ഞു. ആദ്യം ആഴിമകളും ഒരുമിച്ചൊരു കട്ടിലിന്മേളം നേരം മേഴാം മാളിക മുകളിൽ ഇന്നരുളും 7 ലഘുവായ തമ്പുരാനത്രയും താഴെ തന്റെ വയസ്യനെ ദൂരത്ത് കണ്ട്, താഴെ തന്റെ വയസ്യനെ ദൂരത്ത് കണ്ട്. എല്ലാം മനസ്സിലാവാനുണ്ട്, ഒന്നും പറഞ്ഞു തരാനില്ല. കണ്ടാൽ എത്ര കഷ്ടം എത്രയും, കണ്ടാൽ എങ്ങനെയാ എത്ര കഷ്ടം തോന്നും, കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം, മുഷിഞ്ഞിട്ടുണ്ട്, ജീർണമായ വസ്ത്രം, ഇല്ലാത്ത മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് തച്ചുടുത്തിട്ടുത്തരിയുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതി, ഒരു പൊതിയും ഉണ്ട് മുണ്ടില് അല്ലെ. മുഖ്യമായ പുസ്തകം, ഭാഗവത പുസ്തകവും ഉണ്ട്. രണ്ടും കൂടെ കക്ഷത്തിങ്കൽ അടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര ഗണമുദ്രയും മുഖപരമായ പൊളിക്കുടയും. ഭസ്മം ധരിച്ചിട്ടുണ്ട്, ഭസ്മം ധരിച്ച് പിന്നെന്താ നമസ്കാരം, എല്ലാ ദിവസവും നമസ്കാരം ചെയ്തിട്ട് തഴമ്പ് പിടിച്ച് ഇതുണ്ട്. പിന്നെന്താ പറഞ്ഞേ? രുദ്രാക്ഷമാലയും വേണ്ടി നാമകീർത്തനവും ചെയ്ത്, രുദ്രാക്ഷമാലയുണ്ട്. ചിദ്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചെല്ലും മന്ദണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണ് ആനസ്യ ദൈന്യം. അപ്പൊ ഇങ്ങനെയുള്ള ആ സുഹൃത്തിനെ, സതീർത്ഥ്യനെ കണ്ട് സന്തോഷം കൊണ്ടാണ് കൃഷ്ണൻ നിൽക്കുന്നത് അല്ലെ. ചിന്തിച്ചിട്ടുണ്ടായ സന്താപം, ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായ സന്താപം കൊണ്ടാണ് ഇവരുടെ വരവ് കണ്ട് ജീർണിച്ച വസ്ത്രമൊക്കെ ധരിച്ച് ദരിദ്രനായി വരുന്ന സതീർത്ഥ്യനെ കണ്ടിട്ടാണോ? അല്ല, കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ സതീർത്ഥ്യനെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ടോ? എന്തുകൊണ്ടോ? ശൗര്യയുടെ കണ്ണുനീര് കണ്ണുനീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ട് അല്ലെ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? അങ്ങനെയുള്ള, അതായത് ധീരനായ ചെന്താമരക്കണ്ണൻ കരഞ്ഞിട്ടില്ല, എന്നാലും ഇപ്പൊ കരഞ്ഞിട്ടാണ്, കണ്ണ് നനഞ്ഞിട്ടാണ് കാണുന്നത് എന്നാണ്. പള്ളിമഞ്ചത്തിന് വെക്കമുദ്ദാനം ചെയ്ത്, പള്ളിമഞ്ചം രാജാക്കന്മാരുടെ കിടക്കയിൽ നിന്ന് വേഗം ഉദ്ദാനം ചെയ്ത് എഴുന്നേറ്റു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഇരുപക്കമുള്ള, അതായത് തന്റെ അപ്പുറൊക്കെ ഉണ്ടാവും ആര്? തോഴിമാർ എന്നാണ്, തോഴന്മാർന്നായിരിക്കും അല്ലെ. ആണുങ്ങളാകുമ്പോ തോഴന്മാരായിരിക്കും. അപ്പൊ തോഴന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ കൂടി മുകുന്ദൻ കൃഷ്ണൻ ചെയ്തു ഉള്ളഴിഞ്ഞ് താഴത്തെഴുന്നള്ളി അല്ലെ, താഴത്തേക്ക് എഴുതി. പിന്നെന്ത് ചെയ്തു? പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു. അപ്പൊ അവിടെയില്ല എല്ലാവരും, രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും വെള്ളം പോലെ ചുറ്റും വന്നു, അതായത് നിറഞ്ഞു നിന്നു. പാരാവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണൻ ആശ്ചര്യം, അപ്പൊ ആശ്ചര്യത്തോടെ നിന്നു അല്ലെ. പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ അല്ലെ. എന്ത് ചെയ്തു? പാരാതെ, വൈകാതെ അല്ലെങ്കിൽ മടിക്കാതെ എന്ത് ചെയ്തു? ചെന്ന് എതിരേറ്റു. ആരെ? കുചേലൻ. കുചേലൻ എന്ന് പറഞ്ഞാല് മോശമായ വസ്ത്രം ധരിച്ച, ചേല വസ്ത്രം, അപ്പൊ വസ്ത്രം ധരിച്ചവനാണ് ആര്? കുചേലൻ. കുചേലന്റെ ശരിയായ പേരെന്താണെന്നറിയോ? സുദാമാവ് എന്നാണ് കേട്ടോ. കുചേലന്റെ പേര് വന്ന എന്തുകൊണ്ടാ? മോശമായ ജീർണമായ വസ്ത്രം ധരിച്ചവനാണ് കുചേലൻ. ചേലൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം. കുചേലന്റെ ശരിക്കുള്ള പേരെന്താ മിസ്സേ? സുദാമാവ്. സുദാമാവ് കേട്ടിട്ടുണ്ടോ? കുചേലൻ കുചേലനാണ് നമ്മൾ പറയുക അല്ലെ, പക്ഷെ സുദാമാവ് എന്നാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന് മോശം വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, ജീർണ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്ത്?
കുചേല. ചേല പറഞ്ഞ വസ്ത്രല്ലേ ചേല, ആട അല്ലെങ്കിൽ വസ്ത്രം. അപ്പൊ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കുചേലൻ എന്ന് പേര് വന്നത്. അല്ലെ ദരിദ്രനാണ് അല്ലെ അദ്ദേഹം. കൃഷ്ണനെയും കുചേലനും സുഹൃത്തുക്കളാണ്, പക്ഷെ രണ്ടാളും രണ്ട് തട്ടിലാണ് അല്ലെ. ഒരാള് എങ്ങനെയാ ധനികനാണ്, മറ്റേയാളെ ദരിദ്രനാണ്. അപ്പോ എന്താ നമ്മള് പറഞ്ഞത്? ഇപ്പൊ കുചേലനെ കണ്ടപ്പോ എന്ത് ചെയ്തു? എല്ലാവരും മടിക്കാതെ അല്ലെങ്കിൽ വൈകാതെ ചെന്ന് എതിരേറ്റു അല്ലെ. എതിരേറ്റു. ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ? അപ്പൊ ഈ അനുകമ്പ, ദീനദയാ പാരവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പ അല്ലെ. അപ്പൊ പഴയ കളിക്കൂട്ടുകാരനെ കണ്ട സന്തോഷത്താല് മനസ്സ് നിറഞ്ഞതോടൊപ്പം എന്തുണ്ടായി? അയാളുടെ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞു. ആ അർത്ഥം തന്നെയാണ് അവിടെ. പിന്നെന്താ പറഞ്ഞേ? മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ട് നാറും. മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ട് നാറുന്നുണ്ട് അർത്ഥം. ചെറിയ വിയർത്തിട്ടുണ്ട്, അദ്ദേഹം നടന്നിട്ടാണ് വന്നത് അല്ലെ. അപ്പോ സതീർത്ഥ്യനെ, കൂട്ടുകാരനെ, സഹപാഠിയെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. ഉന്മ പറഞ്ഞ എന്താ അർത്ഥം? ഉന്മ പറഞ്ഞ സ്നേഹമല്ലേ മക്കളെ? ഉന്മ സ്നേഹം. അപ്പൊ മാറത്തുണ്മയോടെ എന്ത് ചെയ്തു? സ്നേഹത്തോട് ഉന്മ പറഞ്ഞാൽ സ്നേഹം കേട്ടോ. മാറത്തുണ്മയോട് എന്നുണ്ട്. അപ്പൊ സ്നേഹത്തോടുകൂടി എന്ത് ചെയ്തു? ഗാഠം പുണർന്നു. ഗാഠം ആശ്ലേഷിക്കുക, പുണരുക, ആശ്ലേഷിക്കുക, കെട്ടിപ്പിടിക്കുക എന്നാണ്. അപ്പൊ ഗാഠം എന്ന് പറഞ്ഞാൽ എന്താണ്? മുറുകെ അല്ലെ, മുറുകെ പിടിക്കുക. മുറുകെ. പിന്നെന്താ പറഞ്ഞേ? ഗാഠം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ഉപരി കയറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേൽ ഇരുത്തി. അപ്പൊ ലക്ഷ്മി തൽപ്പത്തിന്മേല് ഇരുത്തി. തൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെത്ത അല്ലെ. തൽപ്പം മെത്താണ് അവർ ഇരിക്കുന്നത്. മെത്ത എന്ന് പറയില്ലേ ഇരിക്കുന്നതിനാ. കിടക്കെല്ലാം പറയുന്നത് മെത്ത അല്ലെ, പള്ളി മെത്ത ഒക്കെ പറയാം. അപ്പൊ ഉത്തരീയം എന്താണ്? രണ്ടാം മുണ്ട്, അല്ലെങ്കിൽ രണ്ടാം മുണ്ട്. അപ്പോ അതാണ് കുചേലവൃത്തം. ഇതിലത്തെ പറഞ്ഞ രാമപുരത്ത് വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിന്റെ വരുന്ന ആരാണ്? രാമപുരത്ത് വാര്യരാണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 5ാം ക്ലാസ്സിലുള്ള പ്രത്യേകിച്ച് പറഞ്ഞു രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അപ്പോ അതിൽ നിന്നെടുത്ത വരികളാണ് ഇത്, ശ്രീകൃഷ്ണനും കുചേലനും എന്നത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും അറിയാതെ ഉണ്ടോ ഇതില്? പാഠഭാഗം മനസ്സിലായോ വായിക്കാൻ? ഒന്നുകൂടി വായിക്കാം, നമുക്ക് ശ്രദ്ധിച്ചോ. എന്നിട്ട് നിങ്ങൾ വായിക്കണം, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അർത്ഥം ഇതിലേതെങ്കിലും ഞാൻ പറയാതെ ഉണ്ടോ? ഇതിന് പുറത്തുണ്ടോ? ആഴിമകൾ ലക്ഷ്മി ദേവി, വയസ്യൻ സമപ്രായക്കാരനായ കൂട്ടുകാരൻ, ജീർണ വസ്ത്രം പഴകി ദ്രവിച്ച വസ്ത്രം, കിണം തഴമ്പ്. ഇവിടെ കിണം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിണം എന്ന് പറഞ്ഞാൽ എന്താണ്? തഴമ്പ്. അതായത് നമ്മിങ്ങനെ നമസ്കരിക്കുമ്പോൾ മുട്ടിയിട്ടുള്ള തഴമ്പിനെയാണ് പറയുന്നത്, തഴമ്പ്. പിന്നെന്താ പറഞ്ഞേ? മുഖരം എന്താണ്? ശബ്ദിക്കുന്നത്. പിന്നെ ദൈന്യം. എവിടെയാ ദൈന്യം പറഞ്ഞത്? ദീനദയാ പാരവശ്യം എന്ന് പറഞ്ഞതിന് മുമ്പേ ഉണ്ട് എവിടെയോ ദൈന്യം. മുഖരമായ ദൈന്യം എന്ന് പറഞ്ഞാൽ സങ്കടത്തോടെ അർത്ഥത്തിലാണ്. അതായത് കൊണ്ടാനസ്യ ദൈന്യം എന്ന് കണ്ടോ? അവിടെയാണ് ദൈന്യം. ദൈന്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദീനത അല്ലെങ്കിൽ ദുഃഖം അല്ലെ. ദുഃഖം കണ്ട് അദ്ദേഹത്തിന് കണ്ണുനീരണിഞ്ഞു എന്ന് പറഞ്ഞു. സന്താപം ദുഃഖം. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളിമഞ്ചം എന്താണ്? രാജാവിന്റെ മെത്ത. വെക്കം വേഗം. ഉദ്ദാനം വെക്കം എന്ന് പറഞ്ഞാൽ വേഗം. പക്കം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമീപത്ത്. പള്ളിമഞ്ചൻ രാജാവിന്റെ കിടക്ക. ഉദ്ദാനം ചെയ്യുക, എഴുന്നേൽക്കുക, പാരാതെ വൈകാതെ. ഇവിടെ ഉണ്ട് അർത്ഥമുള്ളതാ. വന്ദിച്ചു, വണങ്ങി. ഏവം ഇങ്ങനെ ഇപ്രകാരം. സതീർത്ഥ്യൻ സഹപാഠി, ഉന്മ സ്നേഹം, ഗാഠം മുറുകെ, തൽപ്പം മെത്ത, ഉത്തരീയം രണ്ടാമുണ്ട് അല്ലെങ്കിൽ മേൽമുണ്ട്. ഇവിടെ അർത്ഥം ഉണ്ട് കൊടുത്തിട്ടുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യ പദങ്ങളും ഉണ്ട്. 7 2 ഉലക് കണ്ടോ? ഭൂതലത്തിന് ഇവിടെ ഉണ്ട്, പുറകിലതാ 7 2 ഉലക്. ഭൂതലത്തിന് മുകളിലും താഴെയുമായി 7 വീതമുണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്ന 14 ലോകങ്ങൾ. ഈ 7 14 ലോകങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. 14 ലോകങ്ങൾ ഉണ്ടെന്നാണ് പുരാണത്തെ പറയുന്നത്.
നമസ്കാര ഗിണമുദ്ര. നിത്യേന സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ നെറ്റി നിലത്ത് മുട്ടിയുണ്ടാകുന്ന തഴമ്പ്. സാഷ്ടാംഗ നമസ്കാരം അറിഞ്ഞു നിങ്ങൾക്ക്? സാഷ്ടാംഗ നമസ്കാരം എങ്ങനെയാ ചെയ്യുക? ആകെ മുത്തം കടന്നിട്ട് നമസ്കരിക്കുന്നതിനാ പറയാ സാഷ്ടാംഗ നമസ്കാരം. സാഷ്ടാംഗം എല്ലാ അംഗങ്ങളും അല്ലെ, എല്ലാ അംഗങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ളതാണ് നമസ്കാരം. അപ്പോ അത് പിന്നെന്താ പറഞ്ഞേ? ചിത്രൂപം, ജ്ഞാനസ്വരൂപം, ചിന്മയൻ, ഈശ്വരൻ. അടുത്ത ശൗരി, ശൂരസേനന്റെ വംശത്തിൽ പിറന്നവൻ, അതായത് ശ്രീകൃഷ്ണൻ. മുഖ്യമായ പുസ്തകം 18 പുരാണങ്ങളിൽ മുഖ്യമായ ഭാഗവതം അല്ലെ. ഇതവിടെ കുചേലനെയും പറയുന്നുണ്ട്. സുധാമാവ് എന്നായിരുന്നു കുചേലന്റെ ശരിയായ പേര്. കുചേലൻ എന്നാൽ ചീത്തയായ ചേല ധരിച്ചവൻ എന്നാണ് അർത്ഥം. ദരിദ്രനായതിനാൽ പഴകി കീറിയ വസ്ത്രമാണ് സുധാമാവ് ധരിച്ചത്. വയസ്യ, സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കൃഷ്ണനും കുചേലനും ഒരുമിച്ചാണ് പഠിച്ചത്. രണ്ടുപേർക്കും ഒരേ പ്രായമായിരുന്നു. അതുകൊണ്ടാണ് വയസ്യൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ദീനദയാ പാരവശ്യം, അനുകമ്പ, പഴയ കളിക്കൂട്ടുകാരനെ കണ്ട സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞതോടൊപ്പം അയാളുടെ ദാരിദ്ര്യ ദുഃഖം കണ്ട് കൃഷ്ണന്റെ കണ്ണുകളും നിറഞ്ഞു എന്ന് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്കത് വായിക്കാം, ശ്രദ്ധിക്കുവാനോണം. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിൽ മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാനത്രയും താഴെ തന്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരീയവുമിട്ട് മുൻപിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളിമഞ്ചത്തിന്ന് വെക്കമുദ്ദാനം ചെയ്തിരുപക്കമുള്ള പരിജനത്തോടും കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പാരാവാരകൽപ്പ പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ. ദീനതയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ? മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്തു ഗാഠം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചുകൊണ്ട് ഉപരി കയറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? ആരാ വായിക്കുന്നേ ആദ്യം? പണിയൊന്നുമില്ല. ആൻമരിയ കൈവെക്കുന്നുണ്ട് അല്ലെ? ആൻമരിയ ഉണ്ടോ ഷായ പണി? ആൻമരിയ വായിച്ചോ. ആൻമരിയ നല്ല രീതിയിൽ പാടും. പാഠം 16. ശ്രീകൃഷ്ണനും കുചേലനും. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. കണ്ടാൽ എത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാരഗണമുദ്രയും മുഖരമായ പുളിക്കുടയും രുദ്രാക്ഷമാലയും ഏന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ച ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞ ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളിമഞ്ചത്തീന്ന് വെക്കമുദ്ദാനം ചെയ്തിരുപക്കമുള്ള പരിജനത്തോടു കൂടെ മുകുന്ദൻ ഉള്ളഴിഞ്ഞ് താഴത്തെഴുന്നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പാരാവാര കൽപ്പ പരിവാരത്തോടു കൂടെ ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ. ദീനദയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ? മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടു പരികേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഷോൺ. അയച്ച ഷോണേ.
അയച്ചോട്ടെ, ഇത് എല്ലാവർക്കും പറ്റില്ലേ? ഇതെല്ലാം വേണം, നല്ല രസം. പാഠം 16. ശ്രീകൃഷ്ണനും കുചേലനും. ആടിമകൾ ഒരുമിച്ചു കട്ടിന്മേൽ അന്നേരം ഏഴാം മകളിരുന്നരുളം രണ്ടുലകു വാഴിയായ തമ്പുരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടാൽ അത്ര കഷ്ടമത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രവും കൊണ്ട് തിട്ടുത്തെരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കഷത്തിൽ അടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കീണ മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചൊല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് അനസ്യ ധൈര്യം ഉള്ളിലുണ്ടായ സന്താപം കണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. മഞ്ചത്തിന്നു വെക്കമുദ്ദാനം ചെയ്തിരുമുള്ള പരിജനത്തോടും കൂടി മുകുന്ദൻ ഉള്ളെഴിഞ്ഞു. താഴത്തെഴുന്നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്ന് വന്ദിച്ചു നിന്നു. പാരവാര കൽപ്പപരിവാരത്തോടു കൂടി ഭക്തപാരായണനായ നാരായണാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റ് കുചേലനെ ദീനതയ പരവശമേവം മറ്റൊരീശ്വരനുണ്ടോ? മാറത്തെ വീർപ്പ് വെള്ളം കൊണ്ടു നാറും മാറത്തുണ്മയോട് ചേർത്ത് ഗാഢം പുണർന്നു പൂർവൂലം തൃക്കൈ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടു പരികേറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. മിസ്സേ ഞാൻ വേണോ? ഞാൻ വായിക്കണോന്നാ? ആഴിമകളും ഒരുമിച്ചൊരു കട്ടിൻ മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും രണ്ടുലകുവാഴിയായ തമ്പുരാൻ അത്രയും
വയസ്യനെ തന്റെ വയസ്സനെ താഴെ ദൂരത്ത് തന്റെ കണ്ടു. തന്റെ വയസ്സനെയാണ് അർത്ഥം. താഴെ താഴെ കണ്ടു. തന്റെ വയസ്സനെ ദൂരെ കണ്ടു. ദൂരത്തു കണ്ടു. കണ്ടലത്ര ഉം. കണ്ടാലെത്ര കണ്ടാലെത്ര കഷ്ടമോ കണ്ടാലെത്ര കഷ്ടമെത്രയും എത്രയും ഉം. മുഷിഞ്ഞ ഉം. മുഷിഞ്ഞ ജീർണ വസ്ത്രം ഉം. കൊണ്ടു തറ്റുടുത്തിട്ട് തരിവായുമിട്ട് ഉം. മൂടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ട് കൂടെ കഷ്ണത്തിങ്കലുടുക്കിക്കൊണ്ട് കക്ഷത്തിങ്കൽ നമസ്കാരഗിണമുദ്രയും ധരിച്ച് നമസ്കാര കിണ മുദ്രയും മുഖരമായും പൊളി പൂജയും രുദ്രാക്ഷമാലയും മോന്തി മേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചിത്രൂപത്തിക്കൽ ഉറച്ച് ചെഞ്ചമ്മേ ചൊല്ലു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസധാന്യം ചിട്ടുള്ളിലുണ്ടായ സന്താപം കണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടേ കരഞ്ഞിട്ടുള്ളൂ അത്ര മതിയില്ലേ. പള്ളിമഞ്ചത്തിന്ന് വെക്കമുദ്ധാനം ചെയ്ത് പള്ളി മഞ്ചത്തീത് വെക്കമുദ്ധാടനം ചെയ്തിട്ടുള്ളൂ.